ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ട് ബാത്റൂമുകൾക്ക് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ വാട്ടർ ലൈൻ ചെയ്തിരിക്കുകയാണ്. രണ്ട് ബാത്റൂമുകൾക്ക് വേണ്ടിയിട്ട് ഒരു ലൈനും അതേപോലെ ഔട്ട് ഏരിയ പോകുന്ന ഭാഗത്തേനും നമ്മൾ ഒരു ലൈനും അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇവിടെ കൂടുതൽ ലൈനുകളൊന്നും വരുന്നില്ല. അവിടെ രണ്ട് ബാത്റൂമുകളും ഒരു കിച്ചനും അതേപോലെ തന്നെ ഔട്ട് സൈഡ് ഒരു നനകലും അത് അങ്ങനെയുള്ള ഇത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഔട്ട് അങ്ങോട്ട് പോകുന്നത് ഒരു ലൈനാണ്. ഒരു ലൈൻ നേരെ ഇങ്ങോട്ട് കാണുന്നത് നമ്മൾ ഈ രണ്ട് ബാത്റൂമുകൾക്കാണ് വരുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നതിന് 1.25 പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഇതൊരു ബാത്റൂമാണ്. ഇത് നമ്മളിവിടെ ബാത്റൂമിൻ്റെ ഔട്ട് ഇറങ്ങുന്ന 1 ഇഞ്ചിൻ്റെ CPVC ആണ് വരുന്നത്. അതിനെ നമ്മൾ PVC ആയിട്ട് കണക്ട് ചെയ്ത് നേരെ നമ്മൾ റെഡ്യൂസ് ചെയ്താണ് പോയേക്കുന്നത്. കാരണം മെയിൻ വരുന്നതെല്ലാം 1.25 ഔട്ട് ഇതിൻ്റെ ഈ ബാത്റൂമിലോട്ട് കയറുന്നതെല്ലാം 1 ഇഞ്ചുമാണ്. ഇത് രണ്ടാമത്തെ ബാത്റൂമാണ്. ഇവിടെ നമ്മൾ ടീ ഇട്ട് റെഡ്യൂസ് ചെയ്ത് ഒരു വാൽവും വെച്ച് CPVC ആയിട്ട് കണക്ട് ചെയ്ത് വിട്ടേക്കുവാണ്. അപ്പോൾ ഈ കാണുന്നത് ഒരു ബാത്റൂം, ഈ കാണുന്ന ഒരു ബാത്റൂം. അപ്പോൾ രണ്ട് ബാത്റൂമും അടുത്തടുത്താണ് വരുന്നത്. ഇതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സെപ്പറേറ്റ് ഒരു ലൈൻ ചെയ്തേക്കുവാണ്. ഈ രണ്ട് ബാത്റൂമുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് ലൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടിട്ട് നമ്മളൊരു എൻഡിക്യാപ്പ് ഇട്ട് അടച്ചേക്കുന്നത് അവിടെ ഒരു ഗാർഡൻ ഏരിയ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗാർഡൻ വരുവാണെന്നുണ്ടെങ്കിൽ അവിടത്തേന് നമുക്ക് ചെടികൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് ആ 1.25 നീട്ടിയിട്ടേക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ രണ്ട് ബാത്റൂമുകൾക്കും സെപ്പറേറ്റഡ് ആയിട്ടാണ് ഒരു ലൈൻ, ഒരു 1.25 ലൈൻ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അതേപോലെ ഔട്ട് സൈഡ് അല്ലാതെ പോകുന്നതിനും 1.25 നമ്മൾ കൊടുത്തേക്കുന്നത്. അതേപോലെ നമ്മൾ രണ്ടിനും മെയിനായിട്ട് 2 വാൽവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ അവിടെ തന്നെയും നമ്മൾ 2 വാൽവുകൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ രണ്ടിനും വാൽവുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ബാത്റൂമുകൾക്ക് ഒറ്റ ലൈനാണ്, കോമൺ ആയിട്ട് ഒറ്റ ലൈനാണ് വരുന്നത്. അത് 1.25. അപ്പോൾ നല്ല പ്രഷറിൽ തന്നെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ 1.25 കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് 1.5 കൊടുക്കാം, 2 ഇഞ്ചും കൊടുക്കാം. അപ്പം കൂടുതൽ ലൈനുകൾ വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒറ്റ ലൈനായിട്ട് ഡിവൈഡ് ചെയ്ത് 1.5 അല്ലെങ്കിൽ 1.25 അല്ല 1.5 2 നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് ബാത്റൂമുകൾ അടുത്തടുത്ത് വന്നതുകൊണ്ട് നമ്മൾ 1.25 നിർത്തിയേക്കുന്നത്. ഇപ്പോൾ തന്നെ നല്ല പ്രഷറിൽ തന്നെയാണ് വെള്ളം കിട്ടുന്നത്. കാരണം രണ്ട് ബാത്റൂമും തൊട്ടടുത്ത് തന്നെയാണ്. ഇത് പോകുന്നത് നമുക്ക് ഔട്ട് ഏരിയ അങ്ങോട്ട് വരുന്ന ഭാഗമാണ്. അതായത് കിച്ചൺ സൈഡും അതേപോലെ ഒരു നനകല്ലും വരുന്ന ഔട്ട് സൈഡ് ഒരു ലൈനും വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് ഒരു 1.25 കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മെയിനായിട്ട് വരുന്നതെല്ലാം 1.25, അതിൽ നിന്ന് പോകുന്നത് നമ്മൾ 1 ഇഞ്ചുമായിട്ടാണ് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.25 2 വാൽവും കൊടുത്ത് ക്ലാമ്പിങ് എല്ലാം ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് നിർത്തിയേക്കാണ്. അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് പോകുന്നത് ഒരു ലൈനും ഇടത്തോട്ട് പോകുന്നത് ഒരു ലൈനുമാണ്. അപ്പോൾ ഈ രണ്ട് ബാത്റൂമുകൾക്കാണ് നമ്മൾ ഇതിങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പുറത്തേനും ഇപ്പുറത്തേനുമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 45 ഇട്ട് തിരിച്ചേക്കുന്നത്, ഈ ഇട്ട് തിരിച്ച് പോയേക്കുന്നത് ആ ടീയുടെ അകത്ത് ഒരു ടീയുടെ സൈഡ് എന്ന് പറഞ്ഞാൽ ബേസ്മെൻറ്റ് തള്ളി നിൽക്കുന്ന ഭാഗമാണ്. ആ ബേസ്മെൻറ്റിൻ്റെ അവിടെ ഒരു 2 കല്ലുണ്ട്. 2 കല്ല് നല്ല ഒരു കല്ല് തന്നെയാണ്. ആ കല്ല് ഇളക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവഴി പോയത്. ആ കല്ല് ഇളക്കി കഴിഞ്ഞാൽ ബേസ്മെൻറ്റിൻ്റെയാണ്. അതുകൊണ്ടാണ് നമ്മളത് തൊടാതെ നമ്മൾ ഒരു 45 ഇട്ട് തിരിച്ച് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ബേസ്മെൻറ്റോ ഒന്നും വിഷയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തു, നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ബാത്റൂമുകൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പൈപ്പുകളുടെ അളവ് വ്യത്യാസം ഒന്നും കൂട്ടേണ്ട ആവശ്യകതയില്ല. ഇതേപോലെ സെപ്പറേറ്റഡ് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. ടാങ്കിൽ നിന്ന് ഔട്ട് ഇറങ്ങി വരുന്ന ഭാഗത്ത് വലിയ പൈപ്പിൽ നിന്ന് നമുക്കിത് റെഡ്യൂസ് ചെയ്ത് നമുക്ക്, അതായത് 1.5 ഇഞ്ച് പൈപ്പിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ടാണ് 2 1.25 നമ്മൾ മാറുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. കാരണം ഇവിടെ കൂടുതൽ ലൈനുകളും വരാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.